നമസ്കാരം, ഞാൻ ബാലൻ മാധവൻ. എൻ്റെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി യാത്രയിലെ കുറേ കഥകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൽ കഴിഞ്ഞ തവണ നമ്മൾ ആഫ്രിക്കയിലെ കെനിയ എന്ന് പറയുന്ന രാജ്യത്തുള്ള മസായി മാര എന്ന് പറയുന്ന ലോകപ്രശസ്തമായിട്ടുള്ള ഒരു നാഷണൽ പാർക്കിൻ്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ഈ ലക്ഷക്കണക്കിന് വരുന്ന, അതായത് 20 ലക്ഷത്തോളം വരുന്ന വിൽഡർ ബീസ്റ്റുകളുടെ ഒരു ആനുവൽ മൈഗ്രേഷൻ മസായി മാരയിൽ നിന്നും ആ മാര നദി ക്രോസ് ചെയ്ത് ടാൻസാനിയയിലുള്ള സെറംഗട്ടി നാഷണൽ പാർക്കിലേക്ക് പോയി തിരിച്ചു വരുന്ന ഒരു വേൾഡ്സ് ലിവിങ് മിറക്കിൾ എന്ന് ലോകം വാഴ്ത്തുന്ന ഈ ഒരു വലിയ മൈഗ്രേഷൻ്റെ കഥയായിരുന്നു കഴിഞ്ഞ തവണ പറഞ്ഞത്. ഇന്ന് ഇതേ മസായി മാരയിലുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു അനുഭവം പങ്കുവയ്ക്കാം. നമുക്കറിയാം, ലോകത്ത് ഒരുപാട് നാഷണൽ പാർക്കുകളും സാങ്ച്വറികളും ഉണ്ട്. ഇവിടെയൊക്കെ തന്നെ നമുക്ക് പ്രധാനമായിട്ടും ഒരു സഫാരി വാഹനത്തിൽ ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യാനും അവിടുത്തെ അപൂർവമായിട്ടുള്ള വന്യജീവികളെയും പ്രകൃതിയെയും കാണാനുമാണ് നമ്മളെപ്പോഴും ശ്രമിക്കാറുള്ളത്. ഒരു സഫാരി വാഹനത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ വാഹനം എന്നും ഒരു പാർക്കിനകത്ത് പോകുന്നത് കൊണ്ട് തന്നെ മൃഗങ്ങൾക്ക് ഈ സഫാരി വെഹിക്കിൾസ് അതിൻ്റെ ലൈഫിൻ്റെ പാർട്ടാണ്. അവർക്കത് ഭയമില്ല. അതുകൊണ്ട് അത്തരം ഒരു വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും വളരെ അടുത്തായിട്ട് വലിയ മൃഗങ്ങളെ, അതായത് സിംഹം ഉൾപ്പെടെയുള്ള വലിയ മൃഗങ്ങളെ കാണാൻ ഈ ആഫ്രിക്കയിൽ പറ്റും. പക്ഷെ വളരെ വ്യത്യസ്തമായിട്ടുള്ള, എന്നാൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക അനുഭവം നമുക്ക് ഈ മസായി മാരയിലും അല്ലെങ്കിൽ അപ്പുറത്ത് സെറംഗട്ടി നാഷണൽ പാർക്കിലുമൊക്കെ ഒരുപക്ഷെ ആഫ്രിക്കയിൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഒരു നാഷണൽ പാർക്കിൻ്റെ മുകളിലൂടെ ഒരു ബലൂണിൽ സഞ്ചരിക്കാൻ പറ്റുന്നൊരവസ്ഥ. ഒരുപക്ഷെ ഒരല്പം എക്സ്പെൻസീവാണ്. എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറോ 1.25 മണിക്കൂറോ മാത്രം ദൈർഘ്യമുള്ള ഈ ഒരു ബലൂൺ യാത്രയ്ക്ക് ഏതാണ്ട് $350 അവർ ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ തമാശയൊക്കെയായിട്ട് പറയാറുണ്ട്, ഈ ബലൂണിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ ബലൂൺ പോകുന്നതിനേക്കാളും വേഗത്തിൽ നമ്മുടെ പണം പൊക്കോണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. എന്നാൽ പോലും ഒരു ആഫ്രിക്കൻ സാവന്ന എന്ന് പറയുന്ന കണ്ണെത്താ ദൂരം ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഈ പുൽമേടുകളിൽ അവിടെ ഇവിടെ മാത്രം കാണുന്ന ചില പുഴകളും ചെറിയ ചില മരക്കൂട്ടങ്ങളും ഒഴിച്ചാൽ ഇത് സാവന്ന എന്ന് പറയുന്നത് തന്നെ തുറസായിട്ടുള്ള പുൽമേടുകളാണ്. ഈ പുൽമേടുകളുടെ മുകളിലൂടെയുള്ളൊരു യാത്ര, അത് ഒരു ബലൂണിൽ അൺഇമാജിനബിളാണ്. അത്തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് ഒരിക്കലെങ്കിലും ആഫ്രിക്കയിൽ നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. ഞാനവിടെ ആദ്യത്തെ തവണ ഞാൻ 2008-ലോ 2007-ലോ ആണ് ഞാൻ ഈ മാരയിൽ പോകുന്നത്. അപ്പം അന്ന് ഞങ്ങൾ താമസിക്കുന്ന ക്യാമ്പിൽ ഫ്രണ്ടിൽ റിസപ്ഷനകത്തൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഹോട്ട് എയർ ബലൂൺ സഫാരീസ് ആർ അവൈലബിൾ ഹിയർ. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും സംസാരിച്ചു, ഇത്രയും പണം കൊടുത്ത് പോകണമെന്നൊരു തോന്നലുണ്ടെങ്കിലും കൂട്ടത്തിൽ 2-3 പേര് എന്നാൽ ഇവിടം വരെ വന്നതല്ലേ, നമുക്ക് ഇതും കൂടെ ചെയ്ത് കളയാമെന്നൊരു തീരുമാനം എടുക്കുകയും അങ്ങനെ ഞങ്ങൾ 4 പേര് അടുത്ത ദിവസത്തേക്കുള്ള ഹോട്ട് എയർ ബലൂൺ ബുക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം, മസായി മാര എന്ന് പറയുന്ന ഈ നാഷണൽ പാർക്ക് 1000-ഓളം സ്ക്വയർ കിലോമീറ്ററിന് വലിപ്പമുള്ളൊരു പാർക്കാണ്. നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിന് അല്ലെങ്കിൽ പറമ്പക്കുളത്തിൻ്റെയൊക്കെ വലിപ്പമുള്ള ഒരു നാഷണൽ പാർക്കാണ് മസായി മാര. അകത്തും ചെറിയ ക്യാമ്പുകളുണ്ട്, ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ പറ്റുന്ന ക്യാമ്പുകൾ ഈ പാർക്കിനകത്ത് തന്നെയുണ്ട്. പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ആദ്യത്തെ ക്യാമ്പ് എന്ന് പറയുന്ന കീക്രോക്ക് ലോഡ്ജ് ബ്രിട്ടീഷുകാരുടെ കാലത്തെ പണിതാണ്. അവിടെ താമസിക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, നമുക്ക് രാവിലെ ഉണരുന്ന നിമിഷം മുതൽ നമുക്ക് ചുറ്റും മൃഗങ്ങളെ കാണാൻ പറ്റും. ബഹുഭൂരിപക്ഷം യാത്രക്കാരും താമസിക്കുന്നത് ഈ പാർക്കിൻ്റെ ഗേറ്റിൻ്റെ തൊട്ട് വെളിയിലായിട്ടുള്ള ക്യാമ്പുകളിലാണ്. അത്തരത്തിൽ ഞങ്ങൾ താമസിച്ചിരുന്ന സെക്കനാനി ഗേറ്റിനടുത്തുള്ളൊരു ക്യാമ്പിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ ബലൂൺ സഫാരിക്ക് വേണ്ടി പോകേണ്ടത്. അപ്പോൾ ആ ദിവസം ഞങ്ങളെ എല്ലാം 4 മണിക്ക് ഉണർത്തി, കൃത്യം 4 മണിക്ക് ഉണർത്തിയിട്ട് ഞങ്ങളെ പിക്ക് ചെയ്യാനൊരു വാഹനം വന്നിട്ടുണ്ട്. ഈ വാഹനത്തിൽ കയറിയിട്ട് ഏതാണ്ട് ഒരു 20-25 കിലോമീറ്ററോളം ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. ഈ ഒരു സമയം ആലോചിക്കേണ്ടത്, ഈ മസായി മാര ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളും ഹൈ പ്ലാറ്റോ ആണ്. സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു പ്ലെയിനാണിത്. ഏതാണ്ട് 1400-1500 മീറ്ററൊക്കെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ മാര പ്ലെയിൻസൊക്കെ. അതുകൊണ്ട് അതിശൈത്യമാണ് രാവിലെ. ഈ കൊടും തണുപ്പിൽ അത് ഈ കൊണ്ടുപോകുന്ന സഫാരി വാഹനങ്ങളാണെങ്കിൽ എയർ ടൈറ്റ് ഒന്നുമല്ല, എയർ കണ്ടീഷൻഡും അല്ല. അതുകൊണ്ട് ഈ തണുപ്പെല്ലാം അനുഭവിച്ച് ഇങ്ങനെ വിറച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഏതാണ്ട് ഒരു 5 മണിയായപ്പോഴേക്കും
ഒരു തുറസായ സ്ഥലത്ത് നമ്മുടെ വാഹനം എത്തി. ഇരുട്ടാണ്, ചെറിയ തോതിൽ അവിടെ ഇവിടെ ആൾക്കാരുടെ അനക്കമൊക്കെ കാണാം. അപ്പം നമ്മൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി പതുക്കെ നടക്കുമ്പോൾ കാണുന്നത് ഈ പടുകൂറ്റനായിട്ടുള്ള ഈ ബലൂണിൻ്റെ ഈ ക്ലോത്ത്, ആ നൈലോൺ ക്ലോത്ത് ഇങ്ങനെ തറയിൽ വിരിച്ചിട്ടിരിക്കുകയാണ്. ഫുൾ വിരിച്ചിട്ടിരിക്കുന്നു. ഇതിൻ്റെ ഒരറ്റത്തായിട്ട് ഒരു വലിയ ബക്കറ്റ് ഇരിപ്പുണ്ട്. ഈ ബക്കറ്റ് അങ്ങോട്ടുള്ള കയർ കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. ഈ ഓരോ ബലൂണും നമ്മൾ വിരിച്ചിടുമ്പോൾ ഒരു പക്ഷേ ഒരു ബാസ്ക്കറ്റ് ബോൾ കോർട്ടിനേക്കാളും വലിപ്പത്തിലുള്ള ഒരു സ്പേസാണിത് തറയിൽ കിടക്കുന്നത്. ഇത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 5:30 മണിയായപ്പോഴേക്കും നമുക്ക് കുറച്ച് അതിൻ്റെ ഒരു ക്യാപ്റ്റൻ വന്നിട്ട് ഓരോ ഗ്രൂപ്പിനെ വിളിച്ചിട്ട് ചില ബേസിക് ബ്രീഫ് പറഞ്ഞു. അതേ ആദ്യം പറഞ്ഞൊരു കാര്യം വെച്ചാൽ നമുക്ക് കൺട്രോളില്ല. വലത്തേക്ക് പോകാനോ ഇടത്തേക്ക് പോകാനോ ഒന്നും നമുക്ക് യാതൊരു കൺട്രോളും ഇല്ല. ഹോട്ട് എയർ ബലൂൺ എന്ന് പറഞ്ഞാൽ ഈ ബലൂണിനകത്ത് ചൂട് കാറ്റ് വരുന്നു. ഈ ചൂട് കാറ്റ് കാരണം ഈ ബലൂൺ മുകളിലേക്ക് ഉയരുന്നു. പിന്നെ ഏത് ദിശയിലേക്കാണോ കാറ്റടിക്കുന്നത് ആ ദിശയിലേക്ക് ബലൂൺ പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടത്തോട്ട് പോകണമെന്നോ വലത്തോട്ട് പോകണമെന്നോ മുതലായ ആവശ്യങ്ങൾക്ക് ഇവിടെ വിലയില്ല, നടക്കില്ല. രണ്ടാമതായി, ഇതിനകത്ത് ചെറിയ അപകട സാധ്യതയുണ്ട്. ഈ അപകട സാധ്യത എന്ന് പറയുന്നത് മിക്കവാറും ലാൻഡിങ് വരാൻ നേരത്ത് ഈ ബലൂണിനകത്തുള്ള ചൂട് കാറ്റിൻ്റെ അളവ് കുറച്ചാണ് ഇവർ അവസാനം താഴെ വന്ന് മുട്ടുന്നത്. ഈ മുട്ടുന്ന സമയത്തും ഒരു വെലോസിറ്റി ഉണ്ട്, മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബക്കറ്റ് ചിലപ്പോൾ പെട്ടെന്ന് മറിഞ്ഞു വീഴാം. തറയിൽ മുട്ടുന്ന ബക്കറ്റ് മറിഞ്ഞു വീഴാം. അങ്ങനെ വീഴുകയാണെങ്കിൽ ആപത്തില്ലാതിരിക്കാനായി നിങ്ങൾ ഇതിനകത്ത് ഈ പ്രൊട്ടക്റ്റീവായിട്ട് വെച്ചിരിക്കുന്ന ഈ 2 ചെറിയ റിങ്ങുകളുണ്ട്. ആ റിങ്ങുകൾ പിടിച്ചിരുന്നു വേണം. ഇതൊക്കെ പറഞ്ഞു തന്നു. അപ്പോഴും നമുക്ക് ഈ അനുഭവം എന്തായിരിക്കുമെന്നൊരു ഉറപ്പില്ല. ഇരുട്ട് ഇങ്ങനെ മാറി വരുന്ന സമയത്തായപ്പോഴേക്കും ഈ ബേണേഴ്സ് കൊണ്ടുവരികയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ കുക്കിംഗ് ഗ്യാസിൻ്റെ തന്നെ സിലിണ്ടേഴ്സാണ് അവർ ഉപയോഗിക്കുന്നത്. ഈ 2 സിലിണ്ടർ ഘടിപ്പിച്ചിട്ട് അതിൽ നിന്നും ഇങ്ങനെ ആദ്യം ഹൊറിസോണ്ടലായിട്ട്, കാരണം ഈ ബലൂണിൻ്റെ തറയിൽ ഇങ്ങനെ കിടത്തിയിട്ടിരിക്കുകയാണ് ബലൂൺ. ഈ കിടത്തിയിട്ടിരിക്കുന്ന ബലൂണിലേക്ക് അതിൻ്റെ മൗത്ത് എന്ന് പറയുന്ന മൗത്ത് രണ്ട് അവിടുത്തെ തൊഴിലാളികൾ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നു. അതിനകത്തേക്ക് ഈ ചൂട് കാറ്റ് ബേണർ വെച്ചുകൊണ്ട് തീ അങ്ങോട്ട് കത്തിക്കുകയാണ്. അപ്പോൾ തീ കത്തിക്കുമ്പോൾ അത് ബ്ലാസ്റ്റ്, അതും കാറ്റിൻ്റെ ദിശ വെച്ചുകൊണ്ടാണ് കത്തിക്കുന്നത്. ഈ ബ്ലാസ്റ്റ് ചെയ്യുമ്പം ഈ ബലൂണിനകത്തേക്ക് കുറച്ചായിട്ട് ചൂട് കാറ്റ് വരുന്നു. അതനുസരിച്ച് ബലൂൺ ഇങ്ങനെ പതുക്കെ വികസിച്ച് ഒരു ഘട്ടമായി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അടുത്ത് പറഞ്ഞു, ഓക്കെ, ഇനി നിങ്ങളെല്ലാവരും ബലൂണിൽ കയറുക. അപ്പോൾ ബലൂണിൽ കയറുക എന്ന് പറഞ്ഞാൽ ബലൂണിൻ്റെ ബക്കറ്റ് ആക്ച്വലി കിടത്തിയിട്ടിരിക്കുകയാണ് ബലൂണിൻ്റെ ബക്കറ്റ്. ഈ കിടത്തിയിട്ടിരിക്കുന്ന ബക്കറ്റിൻ്റെ നമ്മൾ ഏറ്റവും താഴെ പോയിട്ട് നമ്മൾ ആദ്യം തറയിൽ മലന്ന് കിടന്നിട്ട് നമ്മൾ പതുക്കെ നമ്മുടെ കാല് ഉള്ളിലേക്ക് വെച്ച് നിരങ്ങി വേണം ഈ ബക്കറ്റിനകത്തോട്ട് കയറാൻ. കാരണം ഈ ബക്കറ്റ് ഇങ്ങനെ കിടക്കുന്ന ബക്കറ്റിലേക്ക് നമ്മൾ നിരങ്ങി അകത്തോട്ട് കയറിയിട്ട്, അപ്പം നമ്മളിങ്ങനെ മലന്ന് മുകളിലേക്ക് നോക്കി, നമ്മൾ ഏതാണ്ട് ഇവിടം വരെ ബക്കറ്റ് വരുന്നുണ്ട്, അതിൻ്റെ മുകളിലിട്ട് നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ച് 2 കൈ ആ റിങ്ങിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ ഈ ഹോട്ട് എയർ ഈ ബേണർ വെച്ച് തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴെല്ലാവർക്കും ഇതിനകത്ത് ഒരു ബക്കറ്റിനകത്ത് ഏതാണ്ട് 12 പേരുണ്ട്. 4 ചെറിയ അറകളായിട്ട് ഒരു അറയിൽ 3 പേര് വെച്ച് 12 പേരുണ്ട്, പ്ലസ് നമ്മുടെ ക്യാപ്റ്റനും ഉണ്ട്. അപ്പോൾ ക്യാപ്റ്റന് എല്ലാവരും ഇതിനകത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഈ ബേണർ കത്തി വരുന്ന ഒരു പോയിൻ്റ് ആകുമ്പോൾ നമ്മൾ കാണുന്നത് ഈ കിടക്കുന്ന ഈ വലിയ ബലൂൺ പതുക്കെ പൊങ്ങി മുകളിലേക്ക് വരുന്നു. ഉയർന്ന് ഒരു പോയിൻ്റ് കഴിയുമ്പോഴേക്കും പിന്നെ നമ്മൾ അറിയുന്നത് അങ്ങ് നിശബ്ദമായിട്ട് ഇതങ്ങ് പൊങ്ങുകയാണ്. ഈ ബേണറിൻ്റെ ശബ്ദമല്ലാതെ മറ്റൊരു ശബ്ദവുമില്ല. കാരണം ഇതിന് മോട്ടറില്ലല്ലോ. അപ്പോൾ ഈ ബേണർ ഏതാണ്ട് ഒരു 2 മിനിറ്റ് കൂടെ കത്തിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ താഴോട്ട് നോക്കുമ്പോൾ കാണും നമ്മൾ ഏതാണ്ട് ഒരു തറയിൽ നിന്നും ഒരു 200-300 അടി ഉയരത്തിലെത്തിക്കഴിഞ്ഞു. ഈ ഉയരത്തിലേക്ക് പൊങ്ങുന്ന കൂട്ടത്തിൽ നമ്മൾ പതുക്കെ നമ്മൾ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ബേണർ ഫുൾ ടൈം അവർ കത്തിക്കില്ല. അപ്പോൾ ബേണർ കത്താത്ത സമയങ്ങളിൽ അബ്സല്യൂട്ട് സൈലൻസാണ്, നിശബ്ദതയാണ്. അപ്പോഴേക്കും സൂര്യൻ അങ്ങ് ഹൊറൈസണിൽ സൂര്യൻ ഉദിച്ചു വരുന്നു. അതിൻ്റെ ആദ്യത്തെ ആ ഗോൾഡൻ റേസ്, ആ പ്യുവർ ഗോൾഡൻ ആ വെളിച്ചം ഈ പുൽമേടിൽ ഇങ്ങനെ വന്നിങ്ങനെ അതിമനോഹരമായിട്ട് ആ ഗ്രാസ് ലാൻഡിനെ ഇങ്ങനെ ഒരു മഞ്ഞ നിറമുള്ള വെളിച്ചത്തിൽ ഇങ്ങനെ മുങ്ങി നിർത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം പതിവ് പോലെ ആസ് എ ഫോട്ടോഗ്രാഫർ എനിക്ക് എത്രത്തോളം ചിത്രങ്ങൾ എടുക്കാമോ എന്നുള്ള രീതിയിൽ ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ കാണുന്നത് ഞങ്ങളുടെ ബലൂൺ മാത്രമല്ല, ഏതാണ്ട് ഒരു 10-15 ബലൂണുകൾ നമ്മൾ പോകുന്നതിൻ്റെ പല ഭാഗത്തു നിന്നും നമ്മുടെ മുമ്പിലായിട്ടും നമുക്ക് ശേഷം പൊങ്ങിയ ബലൂണുകൾ പുറകിലുമായിട്ടുമുണ്ട്. അപ്പോൾ ഈ ബലൂൺ വഴി ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരല്പം കൂടെ വെളിച്ചം വരുമ്പോഴാണ് കാണുന്നത് താഴെ ഈ വിൽഡർ ബീസ്റ്റിൻ്റെ മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഈ മൈഗ്രേഷൻ സമയത്ത് അവർ രാത്രിയും പകലും ഒക്കെ ഇങ്ങനെ നടക്കും. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ വീണ്ടും നടത്തു തുടങ്ങും. അപ്പം നമ്മൾ മുകളിൽ നിന്ന് ഏതാണ്ട് ഈ ബലൂണിനെ സംബന്ധിച്ചോളം ചിലപ്പോൾ ഇതൊരു 800-1000 അടി വരെ ഒരു ഉയരത്തിൽ കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ഹെലികോപ്റ്ററിൽ നിന്നോ പ്ലെയിനിൽ നിന്നോ കാണുന്നൊരു പെർസ്പെക്റ്റീവ് നമുക്ക് കിട്ടും താഴോട്ട്. അതേ സമയത്ത് ഇടയ്ക്ക് ഇതിൻ്റെ ബേണർ ഉപയോഗിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ എന്ത് പറ്റുന്നു, ഈ ഹോട്ട് എയർ ബലൂൺ താന്ന് വരും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ താഴെ ഈ 1000-കണക്കിന് 10000-കണക്കിന് മൃഗങ്ങൾ ഇങ്ങനെ നടന്ന് നീങ്ങുന്ന, വരിവരിയായി നടന്ന് നീങ്ങുന്ന, എത്രയോ കാലമായി നടന്നിട്ട് അവരുണ്ടാക്കിയിട്ടുള്ള ഈ ലൈൻസ്, മൃഗങ്ങൾ നടന്നിട്ട് ആ പുൽമേട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന വരകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള പല പെയിൻറ്റിങ്ങുകളൊക്കെ പോലെ തോന്നുന്ന ഈ വരകളെല്ലാം കണ്ടുകൊണ്ട്, ഈ മൃഗങ്ങളെയും കണ്ടുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് എപ്പോഴും നമ്മൾ ആലോചിക്കണം, പലപ്പോഴും നമ്മൾ ലോകത്തെ കാണുന്നത് ഈ 5.5 അടി പൊക്കത്തിൽ നിന്നായിരിക്കും, നമ്മുടെ ഉയരത്തിൽ നിന്നാണ് നമ്മൾ ലോകത്തെ കാണുന്നത്. നമ്മുടെ എല്ലാ പെർസ്പെക്റ്റീവും എപ്പോഴും അങ്ങനെയാണ്. പക്ഷേ ഇതിൽ നിന്ന് മാറിയിട്ട് നമ്മളൊരു മുകളിൽ നിന്ന് 500 അടിയോ അല്ലെങ്കിൽ 800 അടിയോ ഉയരത്തിൽ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു പിക്ചറൈസേഷൻ ഉണ്ട്. അതൊരു അൺഇമാജിനബിളുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ്. യഥാർത്ഥത്തിൽ ആഫ്രിക്കൻ സാവന്ന എന്താണെന്ന് കാണണമെങ്കിൽ ഒരു ബലൂൺ സഫാരി ചെയ്തേ പറ്റുള്ളൂ. ആ ഉയരത്തിൽ നിൽക്കുമ്പോഴാണ് താഴെ നടന്നു പോകുന്ന ആനയും ജിറാഫും ഒരുപാട് ആൻറ്റിലോപ്സും ടോപ്പി, കുടു എന്നൊക്കെ പറയുന്ന വലിയ മാനുകളുണ്ട്. ഇവരുടെയൊക്കെ ചെറിയ കൂട്ടങ്ങൾ ഇങ്ങനെ പോകുന്നു. അപ്പോൾ പലപ്പോഴും ഈ പൈലറ്റ് പതുക്കെ ഇതിൻ്റെ ഹോട്ട് എയറിൻ്റെ അളവ് കുറച്ചിട്ട് ഈ വിൽഡർബീസ്റ്റ് മൈഗ്രേഷന് അടുത്തുകൂടെ ഇങ്ങനെ താന്ന് ഏതാണ്ട് ഈ വിൽഡർബീസ്റ്റ് പോകുന്നതിന് ഒരു കഷ്ടിച്ചൊരു 30-40 അടി മുകളിൽ വരെ നമ്മുടെ ബക്കറ്റ് താഴ്ത്തി കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് ഈ ബേണർ കത്തിക്കും വരും, രണ്ടാമത് ഉയരാൻ വേണ്ടി, അല്ലെങ്കിൽ ചിലപ്പോൾ തറയിൽ മുട്ടിപ്പോകും. ഈ ബേണർ കത്തിപ്പിക്കുന്ന ഒരു ബ്ലാസ്റ്റ് ഉണ്ട്. ഈ ബ്ലാസ്റ്റ് വരുമ്പോഴേക്കും ഈ താഴെ ഈ കൂട്ടമായി നടന്നു പോയിക്കൊണ്ടിരുന്ന മൃഗങ്ങൾ ഇങ്ങനെ ചിതറി ഓടും. ആ ചിതറി ഓടുമ്പോഴേക്കും നമ്മൾ പതുക്കെ ഉയർന്ന് മുകളിലോടുന്ന് പിന്നെ അത് കാണുകയാണ്. പക്ഷേ ഒരു അല്പം കഴിയുമ്പോഴേക്കും, ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ ചിതറി ഓടിയ മൃഗങ്ങളെല്ലാം തിരിച്ചവർ അസംബിൾ ചെയ്ത് അവരുടെ മൈഗ്രേഷനിലേക്ക് പോവുകയാണ്. ഇതൊരു ഏതാണ്ട് 1 മണിക്കൂറോ 1.25 മണിക്കൂറോ കൃത്യമായ സമയം പറയാൻ പറ്റാത്തതിൻ്റെ കാരണം അന്നത്തെ കാറ്റിൻ്റെ വേഗത അനുസരിച്ചാണ് നമ്മുടെ യാത്ര. നമ്മൾ മസായിമാരുടെ ഒരു ഭാഗത്തു നിന്ന് തുടങ്ങുന്ന ഈ യാത്ര ഈ മാരാ റിവറിൻ്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അവർക്ക് നിർത്തണം. കാരണം മറുവശത്ത് മറ്റൊരു രാജ്യമാണ്, ടാൻസാനിയ എന്നുള്ള രാജ്യമാണ്. അപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് ഈ വശത്ത് തന്നെ ഇവർ ലാൻഡ് ചെയ്യണം. അപ്പോൾ ഈ ലാൻഡിങ്ങിന് മുമ്പായിട്ട് നമുക്ക് പൈലറ്റ് പറയും, ഞാൻ ലാൻഡിങ്ങിന് തയ്യാറെടുക്കുകയാണ്, എല്ലാവരും തിരിച്ച് ബക്കറ്റിൽ ആദ്യം ടേക്ക് ഓഫിന് ഏത് പൊസിഷനിലാണോ ഇരുന്നത് അതേപോലെ നിങ്ങൾ ഇരിക്കുക, നിങ്ങൾ ഇരുന്നിട്ട് 2 കൈയും ആ റിങ്ങിൽ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നുകൊള്ളുക എന്ന് പറയും. അപ്പോഴേക്കും നമ്മളെല്ലാം ക്യാമറയൊക്കെ പതുക്കെ പാക്ക് ചെയ്ത് കാലിൻ്റെ ഇവിടെ സേഫായിട്ട് ഏറ്റവും താഴോട്ട് വെച്ചിട്ട് അമർത്തി വെച്ചിട്ട് നമ്മൾ ഈ റിങ്ങിൽ ഇങ്ങനെ പിടിച്ചിരിക്കുമ്പം ഈ ബലൂണിൻ്റെ ബക്കറ്റ് ഇങ്ങനെ താണു വന്ന് തറയിൽ മുട്ടി പിന്നെയും ചിലപ്പോൾ ഇടിയുടെ ആഘാതത്തിൽ വീണ്ടും ഒരു 5 അടി 8 അടി പൊങ്ങുന്നു, രണ്ടാമത് വന്ന് പതിക്കുന്നു. അങ്ങനെ ഒരു 4-5 തവണ മുട്ടിയിട്ട് പൊങ്ങുന്നു. അവസാനം അപ്പോഴേക്കും ബലൂണിൻ്റെ കാറ്റ് കുറയുന്നു. ആ സമയത്തേക്ക് ഈ ബക്കറ്റ് നേരെ വന്ന് ഒരഞ്ഞ് മറിഞ്ഞങ്ങ് വീഴുകയാണ്. നമ്മൾ എങ്ങനെയാണോ തുടങ്ങിയത് അതേ അവസ്ഥയിൽ നമ്മൾ ബക്കറ്റ് മറിഞ്ഞ് വീഴുന്നു. പക്ഷേ ഈ 1 മണിക്കൂർ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും മറ്റൊരു യാത്രയിലും കിട്ടാത്ത ഒരു അൺഇമാജിനബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനൊരു 4 തവണയോളം വീണ്ടും ഞാൻ ഈ ബലൂൺ യാത്ര ചെയ്തിട്ടുണ്ട്. കാരണം ഓരോ തവണയും എൻ്റെ കൂടെ വരുന്ന ട്രാവലേഴ്സ് എന്ന് പറയും, ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി എൻ്റെ കൂടെ വരുന്ന യാത്രക്കാർ പുതിയ ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ആവശ്യപ്രകാരം എനിക്ക് വീണ്ടും എനിക്ക് ഈ ബലൂൺ സഫാരി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി യാത്ര ചെയ്യുമ്പോഴും എൻ്റെ ഒരു ഡ്രീം എന്നുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്, അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സീൻ എന്ന് പറയുന്നത്, ഈ ബലൂണിൽ ഒരു തവണ യാത്ര ചെയ്തപ്പോൾ 3 സ്പോട്ടഡ് ഹൈന, നമുക്ക് ആഫ്രിക്കൻ പ്ലെയിൻസിൽ നമുക്കറിയാവുന്ന ഏറ്റവും എക്സ്പെർട്ടായിട്ടൊരു പ്രിഡേറ്റർ ആൻഡ് സ്കാവഞ്ചർ, അവനൊരു വേട്ടക്കാരനുമാണ്, അവൻ ശവന്തീനിയുമാണ്, ബാക്കിയുള്ളവരുടെ ഭക്ഷണം മോഷ്ടിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഈ പറയുന്ന കഴുതപ്പുലി എന്ന് പറയുന്ന സ്പോട്ടഡ് ഹൈന. ഈ സ്പോട്ടഡ് ഹൈന ഒരു 3 ഹൈന വന്നിട്ട് ഒരു വിൽഡർബീസ്റ്റിനെ പിടിച്ച് ആക്രമിച്ച് ഫീഡ് ചെയ്യുന്ന, ഭക്ഷണം കഴിക്കുന്ന സീന് എനിക്ക് ഈ ബലൂണിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റി. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഈ ബലൂൺ വരുന്നത് കണ്ടിട്ട് ഈ ഹൈന ഭക്ഷണം നിർത്തിയിട്ട് നമ്മളിങ്ങനെ മുകളിലൊക്കെ എൻ്റെ ക്യാമറ കണ്ണിലേക്ക് നോക്കുന്ന സീനൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ ആ തരത്തിലുള്ള അനുഭവങ്ങൾ. എന്നാൽ ഈ ബലൂൺ ലാൻഡ് ചെയ്തതോടുകൂടി ഈ കഥ തീരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു രസം.
ഇത് കഴിഞ്ഞ് നമ്മൾ ബലൂണെല്ലാം കൂടെ നമ്മൾ പുറത്തിറങ്ങി എല്ലാവരും കൂടെ ഒരു സന്തോഷത്തിൽ ക്ലാപ്പ് ചെയ്ത് ആ ബലൂണിൻ്റെ ബക്കറ്റിന് ചുറ്റും എല്ലാവരും കൂടി ഇരുന്ന് ക്യാപ്റ്റനോടൊപ്പം ഉള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഏതാണ്ട് തിരിച്ച് നമ്മളെ കൊണ്ടുവന്ന വാഹനം നമ്മൾ തിരിച്ച് വാഹനത്തിൽ കയറ്റി ഒരു കഷ്ടിച്ച് ഒരു 200-300 മീറ്റർ അപ്പുറത്തുള്ള മറ്റൊരു പോയിന്റിലേക്ക് പോവുകയാണ്. ഈ ഗ്രാസ് ലാൻഡിൽ തന്നെ, ഈ സാവനയുടെ നടുക്ക്. അവിടെ ഈ ഒരു പ്രൊഫഷണൽ ഏജൻസി ആയിരിക്കും ഈ ബലൂൺ മാനേജ് ചെയ്യുന്നത്. അവർക്ക് ഒരുപക്ഷെ 4 ബലൂൺ കാണും. ഈ 4 ബലൂണിലുള്ള യാത്രക്കാരെ മുഴുവനും ഈ ലാൻഡിങ് കഴിയുമ്പോഴേക്കും ഇവർ ആ സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. ആ സ്ഥലത്ത് രാവിലെ ഈ പറയുന്ന 7:30 മണിക്ക് ഒരു ബുഷ് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ഷാമ്പെയിൻ അവർ സെറ്റ് ചെയ്തിരിക്കും. അത് നമ്മൾ കാണേണ്ട ഒരു സീനാണ്. ഈ കാരണം സാവന്നയുടെ നടുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ബ്രിട്ടീഷ് സ്റ്റൈലിലുള്ള ഒരു പോർട്ടബിൾ ടേബിൾസ് സെറ്റ് ചെയ്ത് അതിനകത്തൊരു ബൊഫേ കൗണ്ടർ സെറ്റ് ചെയ്ത് അതിനകത്ത് ഭക്ഷണം സെറ്റ് ചെയ്ത് അതിനപ്പുറത്ത് മറുവശത്തായിട്ട് ഷാമ്പെയിനും വെച്ച് നമ്മൾ ഈ ബുഷ് ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കുന്നത്. നമ്മളിങ്ങനെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ഇതേ വിൽഡർ ബീസ്റ്റുകളും സീബ്രയും ഒക്കെ ജിറാഫും ഒക്കെ നമ്മളെ ചുറ്റുമൊക്കെ നടന്ന് വളരെ അടുത്തുകൂടെ നടന്ന് ഇങ്ങനെ നീങ്ങുന്നത് നമ്മൾ അവിടെ ഗ്രൗണ്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാൻ പറ്റും. ആ സമയത്താണ് നമുക്ക് മറ്റ് ബലൂണിൽ വന്ന ആൾക്കാരെ പരിചയപ്പെടുന്നതും അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുന്ന ഒരു വല്ലാത്ത അനുഭവമാണ് ഈ ബലൂൺ സഫാരി ഓവർ മസായ് മാര. മറ്റ് പല സ്ഥലങ്ങളിലും ബലൂൺ സഫാരികളുണ്ട്. എസ്പെഷ്യലി ടർക്കി എന്ന് പറഞ്ഞ രാജ്യത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ബലൂൺ ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഒന്നും ഒരു വൈൽഡ് ലൈഫ് പാർക്കിൻ്റെ മുകളിലൂടെ അല്ല സഞ്ചരിക്കുന്നത്. അത് മറ്റു തരത്തിലുള്ള ലാൻഡ്സ്കേപ്പുകളിൽ പോകുന്നു. പക്ഷേ വൈൽഡ് ലൈഫ് കാണാനുള്ള, അതും നിശബ്ദമായിട്ട്, ബലൂണിൻ്റെ ഏറ്റവും വലിയ മനോഹരം ഞാൻ കാണുന്നത് ബേണർ കത്താത്ത സമയങ്ങളിൽ നിശബ്ദതയാണ്. അബ്സല്യൂട്ട് സൈലൻസാണ്. ഒരു മോട്ടറില്ല, എൻജിനില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ നിശബ്ദതയ്ക്കകത്ത് ഇരുന്നു കൊണ്ട് മൃഗങ്ങൾ നമ്മുടെ പ്രസൻസ് അറിയുന്ന പോലുമില്ല. ഒരുപക്ഷെ നമ്മൾ താഴോട്ട് ഇങ്ങനെ ബലൂൺ താഴെ വരുന്ന സമയത്ത് മാത്രമേ മൃഗങ്ങൾ നമ്മൾ ഇത്തരത്തിൽ മറ്റൊരു പ്രസൻസ് അവിടെ ഉണ്ടെന്ന് അറിയുന്നുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ ആ ആഫ്രിക്കയുടെ ആ ഒരു സാവന്നയുടെ സൗന്ദര്യം മുഴുവൻ ആ നിശബ്ദതയോടുകൂടി, ആ പ്രഭാത രശ്മികളുടെ ആ തിളക്കത്തോടു കൂടി ആസ്വദിക്കാൻ ഉള്ള അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ബലൂൺ യാത്ര. അത് ആഫ്രിക്കയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, പ്രത്യേകിച്ച് മസായ് മാര അല്ലെങ്കിൽ ടാൻസാനിയയിലെ സെറംഗട്ടിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ സംബന്ധിച്ചോളം എൻ്റെ അഭിപ്രായത്തിൽ ഒരു മസ്റ്റ് ഡു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. താങ്ക് യു.